ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു ലക്ഷറി വീടിൻ്റെ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 5.5 സെൻറ്റിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും ഒരു കിഡ്സ് പൂളും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ടൗണിലാണ് ഈ വീട് വരുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 200 മീറ്റർ ദൂരവും കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 1.5 കിലോമീറ്റർ ദൂരവും, സിവിൽ സ്റ്റേഷനിലേക്ക് 1.5 കിലോമീറ്റർ ദൂരവും, വാഴക്കാലയിലേക്ക് 2.5 കിലോമീറ്റർ ദൂരവും, വെണ്ണലയിലേക്ക് 4 കിലോമീറ്റർ ദൂരവും, പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് 5 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 5 കിലോമീറ്റർ ദൂരവും, കലൂരിലേക്ക് 7 കിലോമീറ്റർ ദൂരവും, തൃപ്പൂണിത്തുറയിലേക്ക് 8 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. സ്ലൈഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഓട്ടോമേഷൻ ഗേറ്റ് എല്ലാം ഈ വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തായി ബാംഗ്ലൂർ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ബോക്സി മോഡലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 വലിയ SUV കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി ഗാർഡൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് ബോർവെൽ വാട്ടറും KWA കണക്ഷനുമാണ്. നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം. സിറ്റ് ഔട്ടാണ് നമ്മൾ ഈ കണ്ടത്. വലിയ 2 പാളികളുള്ള ഡോറ് നൽകിയാണ് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. തീക്കൂടാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണിത് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് ഫുൾ ലെങ്ത് ഗ്ലാസ് എല്ലാം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. മാത്രമല്ല വലിയൊരു കോർണർ സൈസ് സെറ്റിയുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വാൾ പോലെ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഷാൻലിയർ ലൈറ്റ് സീലിംഗിൽ നൽകിയിരിക്കുന്നു. കൂടാതെ ഈ വീടിന് നമുക്ക് വീഡിയോ ഡോർ ഫോണും CCTV സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 8-10ഓളം പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ BLTC ഫാൻ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഡൈനിങ് ഏരിയ എന്നാണ് നൽകിയിരിക്കുന്നത്. ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുന്നു. ഒരു സൈഡ് വശത്ത് ഒരു കോർണറിലായാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിൽസുകളാണ് കേട്ടോ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മിറർ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഹുഡും ഹോബും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കിച്ചൺ ടോപ്പിനായി വൈറ്റ് കളർ നാനോ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റുകൾ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകി ഭംഗിയാക്കിയതാണ് കിച്ചൺ. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിൻ്റെ ഒരു കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത് കിഴക്കോട്ടാണ്. സൈഡ് വശങ്ങളെല്ലാം കവേർഡ് ചെയ്ത് അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 12-14 എന്ന അളവിലാണ് ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമാക്കിയിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ജാഗോർ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. സീലിംഗ് ഫാൻ BLTC ഫാൻ നൽകിയിട്ടുണ്ട്. വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ജാഗോർ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളും ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ലഭിക്കുന്നത്.
കൂടാതെ ഈ ഒരു ഭാഗത്തായി ഇവിടെ ഒരു സ്റ്റഡി റൂം നൽകിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകി വലിയൊരു ടേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് വാള് ഫുള്ളായി ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട്, ഗ്ലാസ് ഡോർ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് എൻട്രി വരുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണിയിലേക്കാണ്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും നൽകിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല നീളത്തിലുള്ള സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത്. നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2 BLTC ഫാനെല്ലാം നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം വരുന്നത്. ഡിവൈഡായി വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിന് നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലേക്കൊന്ന് പോകാം. സെക്കൻഡ് ഫ്ലോറിലാണ് കിഡ്സ് പൂളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് കിഡ്സ് പൂൾ. കൂടാതെ ഒരു കോമൺ ബാത്റൂം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 നിലകളിലായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5.5 സെൻറ്റിൽ 3100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാടിൻ്റെ ഹൃദയഭാഗത്താണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും സെസ്സിലേക്ക് ഏതാണ്ട് ഒരു 50 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കൂടാതെ സീപോർട്ട് എയർപോർട്ട് റോഡാണെങ്കിൽ 200 മീറ്റർ ദൂരവും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 1.5 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്ക് 1.5 കിലോമീറ്റർ ദൂരവും, വാഴക്കാല ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്റർ ദൂരവും, വെണ്ണല ഭാഗത്തേക്ക് 4 കിലോമീറ്റർ ദൂരവും, പാലാരിവട്ടത്തേക്ക് 5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. കൂടാതെ ഇടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിൽ 5 കിലോമീറ്റർ ദൂരവും, കലൂർ ഭാഗത്തേക്ക് 7 കിലോമീറ്റർ ദൂരവും, കടവന്ത്രയിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, 8 കിലോമീറ്റർ തൃപ്പൂണിത്തുറയിൽ വരുന്ന മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ച ഈ വീട് 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ വില വരുന്നത് 2,35,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.